ഹായ് ഓൾ, ഞാനിന്ന് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. അതിനായിട്ട് ആദ്യം രാവിലെ ഒരു 4 മുതൽ 5 മണി 4-5 മണിക്ക് എഴുന്നേറ്റ് ശീലിക്കുക. അതിനായി തലേ ദിവസം ഒരു 10 അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങി ശീലിക്കുക. വൈകി ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക. അങ്ങനെ ശീലമുള്ളവർ ആദ്യം 11 മണിക്ക് ഉറങ്ങി ശീലിക്കുക. അത് 2 ദിവസം കണ്ടിന്യൂ ചെയ്ത ശേഷം 10:30 ഉറങ്ങി ശീലിക്കുക. അതും 2 ദിവസം കണ്ടിന്യൂ ചെയ്ത ശേഷം 10 മണിക്ക് ഉറങ്ങി ശീലിക്കുക. അതൊരു ശീലമാക്കി കൊണ്ടുവരിക. 10 മണിക്ക് ഉറങ്ങുന്നൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും 4 മണിക്ക് ഉണരാൻ സാധിക്കും. 4 മണിക്ക് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് ശുദ്ധിയായി, ഹിന്ദുക്കളാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യാം. നിങ്ങൾ മറ്റു മതസ്ഥരാണെങ്കിൽ നിങ്ങളുടേതായ പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യുക, മെഡിറ്റേഷനൊക്കെ ചെയ്യാം. ഓക്കെ. അടുത്ത് രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മൾ ഉറക്കം എഴുന്നേറ്റാൽ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിരിക്കും അല്ലേ. ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ ഫോണ് എടുക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ കുറേ ടൈം അങ്ങനെ പോവും. ഉറങ്ങി എഴുന്നേറ്റാലുടനെ ശുദ്ധിയായി വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യം, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ആക്കാതെ ഇരിക്കുക. ഫോണിൽ വെറുതെ നോക്കിയിരുന്ന് ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. ടൈം ഈസ് വെരി പ്രഷ്യസ്. നമ്മളാണ് ഫോണിൻ്റെ ഓണർ, ഫോൺ നമ്മുടെ ഓണറല്ല. അപ്പോൾ ഫോണിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക. ഓക്കെ, നമ്മളെ നിയന്ത്രിക്കാൻ ഫോണിനെ അനുവദിക്കാതിരിക്കുക. അതുപോലെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനാവശ്യ കാര്യങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ, അവിടെയും അനാവശ്യ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഒന്നും പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അനാവശ്യ ചിന്തകൾ ഒഴിവായി കിട്ടും. അങ്ങനെയുള്ള വേണ്ടാന്നുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അത് അപ്പോൾ തന്നെ ചെയ്യുക. ഓക്കെ, ഒരു കാര്യവും പിന്നത്തേക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതിരിക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് ശീലിക്കുക. നല്ല ചൂടാണ്, എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. അല്ലെങ്കിലും വെള്ളം ഒരുപാട് നമുക്ക് ബോഡിക്ക് ആവശ്യമാണ്. എന്നിരുന്നാൽ ഈ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. രാവിലെ ഒരു 8 to 9 മണിക്കുള്ളിൽ കാപ്പി കുടിക്കുക, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 to 2 എന്നുള്ളൊരു ടൈമിനുള്ളിൽ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക. വൈകിട്ട് ചെറിയ രീതിയിൽ ഒരു സ്നാക്ക് ഐറ്റം 4 to 5 ടൈമിൽ കഴിക്കുക. അതുപോലെ രാത്രി 8 മുതൽ 9 മണി വരെയുള്ള സമയത്ത് ഫുഡ് കഴിക്കുക. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ബാക്കി എന്ത് ജോലിയാണോ നാളത്തേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു 10 മണിയാകുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഓക്കെ, ഇത്തരത്തിൽ ടൈമിനെ നമ്മളെ ടൈം വേസ്റ്റ് ആക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നേരത്തെയൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ആ ഒരു ടൈം കളയും. രാവിലെ ഉണരുമ്പോഴും നമുക്ക് അത്രയും ടൈം മുന്നേ കിട്ടും. ഇപ്പോൾ 4 മണിക്കൊക്കെ ഉണരുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കാനൊക്കെ നല്ല സമയം കിട്ടും. അതുപോലെ രാവിലെ നമുക്ക് ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കും. പിന്നീട് നമുക്ക് ജോലിക്ക് ഒക്കെ കറക്റ്റായിട്ട് പോകാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പഠനം കാര്യങ്ങൾ രാവിലെ പഠിക്കാൻ പറ്റും. പിന്നീട് കറക്റ്റ് ടൈമിൽ അവർക്ക് ട്യൂഷൻ സ്കൂള് ഒക്കെ എത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ ടൈമിൽ ലാഗാവാണ്ട് കടന്നു പോകും. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. ഓക്കെ, എനിവേ, താങ്ക് യു. ഞാനൊരു സ്പിരിച്വൽ ഹീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസോ കൗൺസിലിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.